അപ്പം മറ്റിടത്തില്ലല്ലോ, ഇടതുപക്ഷത്തിലും ഇല്ലല്ലോ, കോൺഗ്രസിലും ഇല്ലല്ലോ. ഉണ്ടോ? ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ? ഇടതുപക്ഷത്ത് കെ ശൈലജ. ആകെ ഒരു അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. നാടിനെ മുടിച്ച ആൾക്കാരല്ലേ. അല്ലല്ല, നമ്മുടെ ഈ മോദി സർക്കാർ നിലവിൽ വന്നാൽ കേരളത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. അതിനകത്ത് ഒന്ന് തന്നെ ഇപ്പം നമ്മുടെ ഈ കേരളം ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോന്നും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. പ്ലെയിൻ ആയാലും നമ്മുടെ ഇവിടെ കേരളത്തിൽ എന്തുണ്ടാക്കുന്നത് ഇപ്പോഴും ദിനാശിപിടി വറുത്തുകൊണ്ടിരിക്കുക. ഇപ്പം 33% സ്ത്രീകൾക്ക് സംവരണം അനുവദിച്ചതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്? കോൺഗ്രസിൽ എത്ര സ്ത്രീകളുണ്ട്? ഇടതുപക്ഷത്തിൽ എത്ര സ്ത്രീകളുണ്ട്? പക്ഷേ എൻ ഡി എയിലുണ്ട്. 5ാം ഘട്ടം പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്നും സ്ത്രീയാ. ഒരെണ്ണമല്ല വന്നുള്ളൂ. ഒരെണ്ണമല്ല വന്നു. അപ്പോഴും കൂടുതൽ എൻ ഡി എ തന്നെയാണ്. അതെ, എൻ ഡി എയുടെ 4 സ്ഥാനാർത്ഥികളിൽ ഒരാൾ സ്ത്രീയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം മറ്റിടത്തില്ലല്ലോ, ഇടതുപക്ഷത്തിലും ഇല്ലല്ലോ, കോൺഗ്രസിലും ഇല്ലല്ലോ. ഉണ്ടോ? ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ? ഇടതുപക്ഷത്ത് കെ ശൈലജ. ആകെ ഒരു അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. നാടിനെ മുടിച്ച ആൾക്കാരല്ലേ അവരല്ലേ. ഈ പട്ടിണി പാവങ്ങളായ ആൾക്കാരുടെ അടുത്ത് നിന്ന് എത്ര രൂപയാണ് മാസ്കിനും PPE കിറ്റിനും ഒക്കെ വാങ്ങിച്ചത്? അത് ആരുടെ പൈസയാണ്? ഇപ്പം മുഖ്യമന്ത്രി തന്നെ ഇവിടുന്ന് പോകുന്ന അമേരിക്ക ചികിത്സിക്കാനെ കൊണ്ട് നമ്മളെ കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഈ പൈസ നാട്ടിലെ ചെറുപ്പക്കാരുടെ കയ്യിൽ നിൽക്കുമെന്നുള്ളത്. ഞാൻ ഒരു വെൽഡിങ് തൊഴിലാളിയാണ്. എനിക്കിന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ഏത് വ്യക്തിയുടെ അടുത്തുണ്ട് പൈസകൾ? കടം വാങ്ങിച്ച് മന്ത്രിസഭ നടത്താനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കൂടെ നമ്മളെ നോക്കും. ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നിലവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാൻ കഴിയില്ല, കേന്ദ്രം നേരിട്ട് പത്തനംതിട്ട ഇടപെടണം എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളെ പത്തനംതിട്ട ജില്ലയ്ക്ക് നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല. ആകെപ്പാടെ ഉള്ള തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ്. എനിക്ക് ഏറ്റവും അടുത്തുള്ളത് ഏതാ? തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്. അത് ഒന്ന് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ ആലപ്പുഴയുടെ ഭാഗമാണ്. അതുകൊണ്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ആകെപ്പാടെ MP ചെയ്യുമെന്ന് പറഞ്ഞാൽ 6 കസേര അവിടെ മേടിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഈ ആൻ്റണി MP ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ 6 കസേരയുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അയ്യഭക്തന്മാർ വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. ആ തിരുവല്ലയിലെ റെയിൽവേ സ്റ്റേഷൻ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇതുവരെ നടത്താത്തൊരു MP ആണ്. അപ്പം ഞങ്ങളുടെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അനിൽ കെ ആൻ്റണി ജയിച്ചു വന്നാൽ തിരുവല്ലയിലെ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 റെയിൽവേ സ്റ്റേഷൻ ഉയർത്തപ്പെടും. അത് ഞങ്ങൾക്ക് വാഗ്ദാനമാണ്. നരേന്ദ്രമോദി സാധിച്ചു തരുമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നു. വെറും വാഗ്ദാനമല്ല. ക്ലാസ് റെയിൽവേ സ്റ്റേഷനാണ് പ്രവർത്തിക്കുന്നത്. ഇത് മോദിയുടെ ഗ്യാരണ്ടി ആയിട്ട് തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ അത്യാധുനിക സൗകര്യം കൂടി ഉയർത്തപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അല്ലെ മോദി പറഞ്ഞ എന്താണ് നടക്കാതിരുന്നുണ്ടോ? അതൊന്ന് പറഞ്ഞാൽ മതി. മോദി പറഞ്ഞത് ഒന്നും നടക്കാതിരുന്നുണ്ട്. അവസാനം വരെ പറഞ്ഞത് സാധിച്ചു. എല്ലാ കാര്യങ്ങളും സാധിച്ചു. ആ ഒരു വിശ്വാസത്തിന് ഞങ്ങൾ നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ കീഴിലെ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അനിൽ കെ ആൻ്റണി ജയിച്ചു വരണമെന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടുത്തെ NDA ആൾക്കാരുടെ ആഗ്രഹമാണ്. കേന്ദ്രത്തിൽ മോദിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സംശയമില്ല. 430 സീറ്റ് ഉറപ്പായിട്ട് 430 സീറ്റ് പിടിക്കും. ഇന്ത്യയിൽ ആർക്കും സംശയമില്ല. കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും നരേന്ദ്രമോദിയാണ് വരുന്നതെന്ന് പറയും. കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും. അപ്പം 400-ന് മുകളിൽ എത്ര പോകും എന്ന കാര്യത്തിൽ 430-407 സീറ്റ് വരെ ഉറപ്പിച്ചു. 100%. സംശയമൊന്നുമില്ല. പത്തനംതിട്ട ഞങ്ങൾ പിടിച്ചിരിക്കും. എന്റെ താമര വിരിയും, വിരിച്ചിരിക്കും. താമര വിരിക്കാൻ എന്തും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പം വളരെ ആവേശത്തോടെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥികളെ എല്ലാവരും നോക്കിക്കാണുന്നത്. അങ്ങനെയാണല്ലോ സാധനം ചെയ്യുന്നത്. അല്ല, അതുപോലല്ല. നമ്മുടെ ഈ മോദി സർക്കാർ നിലവിൽ വന്നാൽ കേരളത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. അതിനകത്ത് ഒന്ന് തന്നെ ഇപ്പം നമ്മുടെ ഈ കേരളം ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോന്നും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. പ്ലെയിൻ ആയാലും നമ്മുടെ ഇവിടെ കേരളത്തിൽ എന്തുണ്ടാക്കുന്നത് ഇപ്പോഴും ദിനാശിപിടി വറുത്തുകൊണ്ടിരിക്കുക. ആ തുറപ്പ് തീരാറായിട്ട് ആ സംഭവം ഇല്ല. ഇപ്പൊ ദിനേശ് വീഡിയോ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴും നമ്മുടെ കേരള സർക്കാർ ദിനേശ് പീഡിയും തുറത്തുകൊണ്ടിരിക്കും. അതിന് മാറുന്നില്ല. ഇപ്പം മാറണമെന്നുണ്ടെങ്കിൽ അല്ല എന്തായാലും അപ്പം ഞാൻ പറഞ്ഞ വ്യവസായ മേഖലകൾ വളർത്തി കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചെറുപ്പക്കാർക്ക് ചെയ്യാനായി തൊഴിലില്ല. അവരെല്ലാം പുറത്തു പോകുന്നു. പ്രധാനപ്പെട്ട പത്തനംതിട്ട പ്രശ്നമായിട്ട് കാണുന്നത് ഇത് തന്നെയാണ് അല്ലേ? അല്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാര്യങ്ങൾ ചെയ്യുന്നത് മോദിയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ ഒത്തിരി പ്രശ്നം. നമുക്ക് പത്തനംതിട്ടയല്ലേ നമ്മുടെ ആൻ്റണി 15 വർഷം ഇവിടെ 3 തലമുറ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവർ പറഞ്ഞ പോലെ വെരി ഷെഡ്യൂൾ ലൈറ്റും അല്ലാതെ. പിന്നെ ഇപ്പം ഈ അവസാന ഘട്ടമായപ്പോൾ ഒരു 3 കേന്ദ്രീയ വിദ്യാലയം അതെങ്ങനെ കിട്ടിയാന്ന് നമുക്കെല്ലാം അറിയത്തുള്ളൂ. അത് നമ്മുടെ സർക്കാർ നേരിട്ട് കൊടുത്ത സാധനം. ഇത് അവരുടെ പേര് വെച്ചങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം കൊണ്ടുവച്ചിട്ടുള്ള ഇലക്ഷൻ സമയമായപ്പോൾ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പുതിയ അനിൽ ആൻ്റണി ജയിക്കണം.
ആന്റണി ജയിക്കുകയും ചെയ്യണം. നമ്മുടെ കേന്ദ്രം നമ്മൾ ഏകദേശം നിങ്ങൾ ഈ 3 തലമുറ എന്ന് പറയുന്നു, 15 വർഷക്കാലമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു MP ആണ് ആന്റണി. അപ്പം എന്നും കാണുന്നതാണ്. അപ്പം നിങ്ങളുമായിട്ടുള്ള സഹകരണം എങ്ങനെയാണ്? നിങ്ങളുമായി എങ്ങനെയാണ്? പരാതി പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തിരക്കിയാലോ? ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയിട്ടില്ല. ഞങ്ങൾ അതിന്റെ പഠിക്കലാണ് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡ്. ഈ ഓട്ടോ സ്റ്റാൻഡ് പുള്ളി കാറേ വന്നാൽ ഞങ്ങളെപ്പോലും ഒന്ന് ശ്രദ്ധിക്കാതെ വണ്ടി കയറുക, നേരെ മുന്നോട്ട് നോക്കി, ഇടംബലം നോക്കത്തില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അതാ പറഞ്ഞേ. അതുകൊണ്ടാണ് പുള്ളിയോട് കാര്യം പറയുന്നത്. ഞങ്ങളെ കാണുന്നുണ്ട് പുള്ളി, അല്ല ഞങ്ങൾ കാണുന്നുണ്ട് പുള്ളിയെ, പക്ഷെ പുള്ളി ഞങ്ങളെ കാണുന്ന സമയം ഫോൺ എടുത്ത് വെച്ച് ഫോണിൽ നോക്കിക്കൊണ്ട് വണ്ടിയിൽ കൂടെ പോവുകയാണ്. പത്രം വായിക്കും നല്ലല്ലേ, അറിവ് കിട്ടാനല്ലേ. അന്ന് പക്ഷെ ഞങ്ങളെ കാണുന്നില്ലല്ലോ. നമ്മൾ ജയിപ്പിച്ചു വിട്ടൊരു MP ഇല്ല. അപ്പം നമ്മളെ എന്നും കാണുമ്പോൾ നമ്മളെ ഒന്ന് മുഖമെങ്കിലും തന്നെ ചിരിക്കണ്ട, ഒന്നും തരണ്ട. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യം പത്തനംതിട്ടയുടെ പുതിയ കാര്യങ്ങൾ ഇലക്ഷൻ അടുപ്പിച്ച് വന്നപ്പോഴേ ചെറിയ നോട്ടങ്ങളൊക്കെ ഉണ്ട്, ഒളിഞ്ഞ നോട്ടമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി പിന്നെ ആന്റണി സ്ഥാനാർത്ഥി ജയിക്കുക, നമ്മുടെ പത്തനംതിട്ടയ്ക്ക് കേന്ദ്രത്തിൻ്റെ വകയായിട്ട് പുതിയ മാറ്റങ്ങളുണ്ടാവും. അതിനുവേണ്ടിയാണ് ഈ 15 വർഷം ഒന്നും നടക്കാത്തത്. നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ച അത് പത്തനംതിട്ടയ്ക്ക് ഒത്തിരി മുതൽക്കൂട്ടാവും. നിങ്ങൾ പറയുന്ന ഒരു സഹോദരനെ പോലെ എന്ത് കാര്യവും പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് ഇപ്പം നമ്മൾ 2ാമത്തെ പ്രാവശ്യം കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി വിദ്യാഭ്യാസ വിരുദ്ധ നേടിയ ഒരു വ്യക്തി കൂടി അറിയാവുന്നവർക്ക് ഇന്ത്യക്ക് പുറത്തും അല്ല, ഇന്ത്യൻ സമ്പന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ മോദിജി നേരിട്ട് പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിയും കൂടെ. അപ്പം അത് തെരഞ്ഞെടുപ്പിൽ പൊതുവെ പറയുന്ന ഒരു പേരാണ് വിശ്വപൗരൻ. അതുപോലെ ഒരു ജൂനിയർ വിശ്വപൗരൻ അല്ലേ? തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് നമ്മുടെ മോദി സർക്കാരിൻ്റെ പുതിയ ഭരണത്തിന് അദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥി ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും.